ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഒരു റൂം ടോട്ടലി മാറ്റാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വീഡിയോ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് 2-3 പ്രാവശ്യം വീഡിയോ ഡിലീറ്റ് ആയിട്ട് പോയിട്ടും വീണ്ടും ഇട്ടപ്പോഴും നിങ്ങളെല്ലാവരും ഓടി വന്ന് കാണുകയും അതേപോലെ 11,000-ഓളം ലൈക്സ് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതേ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ നമസ്കാര പായലിരിക്കുന്ന സമയത്ത് നമുക്കെന്തോ ഒരു നമ്മുടെ കൂടെ നമുക്കൊരു ശക്തിയായിട്ട് പഠിച്ചോനുണ്ട് എന്നൊരു തോന്നലൊക്കെയാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ പെയിൻറ്റിങ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ റൂമിലെ ജനലാണ്. അതിലേക്ക് നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡ് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ചത് ചെയ്യണ്ടെന്നായിരുന്നു, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി എന്തായാലും എനിക്കിപ്പോൾ മസ്റ്റായിട്ട് വേണം. കാരണം മൊത്തത്തിലെല്ലാം നെഗറ്റീവ് ആകുന്ന സമയത്ത് നമ്മളായിട്ട് കുറച്ച് നമ്മുടെ സന്തോഷങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ബാധ്യതയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ജനലുകളും അതേപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റെയർ കേസ് കയറുന്ന ഈ ഒരു ഭാഗത്തും ജനലിൽ ലൈറ്റ് ഷെയ്ഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ധൈര്യം തരുമോയെന്ന്. വീണ്ടും അതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് ചോദിച്ച പോലെ എങ്ങനെയാണ് ഈ ധൈര്യം നമ്മൾ സംഭരിക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, ആ സമയത്ത് നിങ്ങൾക്ക് ധൈര്യം തനിയെ വരും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നിടത്ത് നിന്നു നമുക്ക് തനിയെ നമ്മളിൽ പഠിച്ചോൻ ഇൻബിൽറ്റായിട്ട് ഇട്ട കുറേ ധൈര്യമുണ്ട്. അതിങ്ങോട്ട് പുറത്തേക്ക് വരും. ഓൾവേസ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അവരെനിക്ക് ഇത് ചെയ്തു തരണം, ഇവരെനിക്ക് അത് ചെയ്തു തരണം എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇരുന്നോടത്തുനിന്ന് ഒരു കാലത്തും എണീക്കൂല കേട്ടോ. നിങ്ങൾക്ക് എണീക്കണം തോന്നിക്കഴിഞ്ഞാൽ ആ കൈ തരാനുള്ള ഒരാൾ നിങ്ങൾക്കില്ല എന്ന് നിങ്ങളെപ്പോൾ വിശ്വസിക്കുന്നോ അന്നേ നിങ്ങൾ നിലത്ത് കൈ കുത്തി എണീക്കുള്ളൂ. ആ എണീക്കാനുള്ള ഒരു കറേജ് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. വെറുതെ സ്വയം എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട്, എനിക്ക് ആരെങ്കിലുമൊക്കെ വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം എന്നെ സൃഷ്ടിച്ച എൻ്റെ നാഥനുണ്ട്, എനിക്ക് ഇൻവിസിബിളായിട്ടാണെങ്കിലും പഠിച്ചോൻ എന്നെ അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ കൂടെ എനിക്കുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ അതേ രാവിലെ നമ്മുടെ മക്കളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നത്തെയും പോലെ ദോശയാണ്, റോസ്റ്റ്. അവർക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലഞ്ച് ബോക്സ് വന്നിട്ട് വെണ്ടയ്ക്കയില്ലേ, അതാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം രാത്രിയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട്. ലാസ്റ്റ് വീഡിയോ 2 പ്രാവശ്യം എഡിറ്റ് ചെയ്ത് വീണ്ടും ഇട്ടിട്ടും ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇട്ടിട്ട് അങ്ങനെ ഇതായിപ്പോയി. അപ്പോൾ ഇത് ഞാൻ നല്ല പേടിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. പക്ഷേ ആ വീഡിയോ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഇട്ടപ്പോഴും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ എൻ്റെ റൂം എല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം പെയിൻറ്റ് പണിക്കാരൊന്നും ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ പൊടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിരിച്ചതാണ്. പിന്നെ ഈ ഒരു റൂമാണ് ഇന്ന് നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നേരത്തെ ഇപ്പുറത്തെ സൈഡ് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു. പൊതുവെ കുറച്ച് വെളിച്ചം കുറവുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഭാഗം. പിന്നെ ഈ റൂമിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, ഞാൻ നിങ്ങളുടെ കാണിച്ചിട്ടില്ല. അത് ഞാൻ പിന്നൊരു ദിവസം വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെയുള്ള റൂമിനെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ളത് എന്ന് വേണം പറയാൻ. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നമ്മുടെ കിച്ചൺ ആക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ഏരിയ. അപ്പോൾ ഇവിടെയാണ് മൊത്തത്തിൽ നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ മാറ്റി മറ്റേ റൂമിലേക്ക് ആക്കുകയാണ്. ആ റൂം റെഡിയാവുന്ന വരെ ഇത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ റൂം റെഡിയായി കിട്ടിയതിന് ശേഷം ഓരോ സാധനങ്ങളായിട്ട് അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഹയാൻകുട്ടൻ ഇന്ന് മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ റനക്കുട്ടിയും നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റനക്കുട്ടീനെ കാണാനില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. റനക്കുട്ടി ഓൾവേസ് വീട്ടിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകും. ആൺകുട്ടികളെ നമുക്ക് എങ്ങനെയും ഷൂട്ട് ചെയ്യാമല്ലോ, പക്ഷെ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സ് കൊണ്ട് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. പിന്നെ അവളിനെ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരാനും എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഒരു കുറ്റം കുറവ് കാണാൻ വേണ്ടി മാത്രം ചിലർ കേട്ടോ, എല്ലാവരും അല്ല,
കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് വെറുതെ എൻ്റെ കുട്ടീനെ ഇട്ട് കൊടുത്ത് ചീത്ത വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് അവരൊന്നും കാണിക്കാത്തതും. അപ്പോൾ അതേ അവിടുന്ന് ഇത് നമ്മുടെ മക്കളുടെ ആ ഒരു ഡ്രസ്സ് വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ കുറേ മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംഭവം ഫോളോ ചെയ്യും. ഓരോ ബാസ്ക്കറ്റിലും ഓരോരുത്തരുടെ ഡ്രസ്സുകൾ വേറെ വേറെ വെക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഷെഡ്ഡി ആണെങ്കിൽ അത് വേറെ വെക്കുക, സോക്സ് ആണെങ്കിലും വേറെ വെക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറിത്തിങ് ഫുൾ ടൈം ഇവർ അമ്മി ഉമ്മ അമ്മച്ചി എനിക്ക് ഇതെടുത്തതാന്ന് ചോദിക്കേണ്ടി വരില്ല. ഒരു 4-5 പ്രാവശ്യമൊക്കെ നമ്മൾ എടുത്തു കൊടുത്താലും പിന്നീട് അവരെന്നെ സ്വന്തമായിട്ട് അവരുടെ ബോക്സ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇവരെ പുറകിൽ ഓടുക തന്നെയായിരിക്കും നമ്മുടെ പരിപാടി കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും എന്ത് പണികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം മക്കളെ ഇൻക്ലൂഡ് ആക്കാൻ നോക്കും. അവർ നമ്മൾ മുതലാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല, പക്ഷെ അവർക്കും കൂടെ ഒരു ചിന്ത വരണം. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്ത് ജീവിക്കേണ്ട ഒരു സാമൂഹിക ജീവിയാണ്, അല്ലാതെ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കേണ്ട ഒരാളല്ല എന്നുള്ളത് അവർക്ക് ചെറുതിനെ നമ്മൾ എങ്ങനെയാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതനുസരിച്ചുണ്ടാവും. ചില ഫാമിലീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ആൺകുട്ടികൾ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല, പെൺകുട്ടികളുടെ മാത്രം ജോലിയാണ് വീട്ടിൽ ആ പണി ഈ പണി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷെ അതല്ലാതെ നമ്മൾ ചെറുതിൽ നിന്ന് തന്നെ എല്ലാ പണിയും എല്ലാവരും ചെയ്യണം, പരസ്പരം ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത കൊടുത്താൽ മാത്രമേ അവർ വലുതായി കഴിഞ്ഞാലും അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ആര് വന്നാണ്, ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് വേണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ചിന്ത കൊണ്ടുവരാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഈഗോയും അഹങ്കാരം ഒക്കെ പിടിച്ച് ഞാനാണ്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ല, എനിക്ക് ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അതും ചെയ്യലും ഏതും ചെയ്യലും മൊത്തത്തിൽ ബാക്കിയുള്ളവരുടെ തലയിൽ കൊണ്ട് ഇടുന്നൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മക്കളെ വളർത്തുന്ന സമയത്ത് ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങോട്ടെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങൾ മക്കളിൽ ചെറുതിൽ തന്നെ അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കുക. മറ്റുള്ളവരെ സഹകരിച്ച് വേണം നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കുട്ടികളെ ഇതിലെല്ലാം ഇൻക്ലൂഡ് ആക്കാറുണ്ട് കേട്ടോ. എന്നാലും അവരുടേതായിട്ടുള്ള മടി കാര്യങ്ങളൊക്കെ പുറത്തെടുക്കും. പക്ഷെ നമ്മളതിന് വിടാതെ ഇങ്ങനെ നിരന്തരം അവരുടെ ബ്രെയിനിലേക്ക് ഇതങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേ ഈ റൂമിൽ നമ്മൾ കട്ടിൽ സെറ്റാക്കിയിട്ടുണ്ട്. കട്ടിലൊക്കെ വെച്ച് ഇതേ ബെഡ് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ അത്യാവശ്യം വലിയൊരു റൂം തന്നെയാണ് കേട്ടോ ഇതും. പിന്നെ ഇനിയിപ്പോൾ മറ്റവിടെ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇടയിൽ വെച്ച് ഞാൻ ഡ്രോപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറ്റൂല, എല്ലാം കൂടെ ഭയങ്കര ബാധ്യതയാണ്, ചെയ്യാൻ പറ്റില്ല, എന്താ പഠിച്ചോനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് കിച്ചൺ കാര്യങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ നല്ല പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വീട്ടിൻ്റെ പൈസ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കുറച്ച് തീർക്കാനും പറ്റുള്ളൂ എന്ന് വീണ്ടും എൻ്റെ മൈൻഡിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു. ഡെസ്പ് ആവരുത്, മൂഡ് ഓഫ് ആവരുത്, യു ക്യാൻ. നമ്മൾ ലേഡീസിന് ഒരുപാട് കഴിവുകൾ പഠിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാനിങ്ങനെ സ്വയം എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് വീണ്ടും ഒരു കറേജ് എടുത്ത് ഞാൻ ഓക്കെ കിച്ചൺ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഹയാൻകുട്ടൻ കാണിക്കണം എന്താണെന്നറിയോ, അവൻ്റെ കയ്യിൽ ക്രൊസൻ്റ് ഉണ്ട്, അത് കൊണ്ടുപോയി കുട്ടികളെ കാണിച്ചിട്ട് കൊതിപ്പിച്ചിട്ട് വരികയാണ് കേട്ടോ. കുട്ടികളെ അടിയിൽ വന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവരപ്പുറത്തെ റൂമിൽ റനക്കുട്ടി പോയിട്ട് ലോക്ക് ചെയ്ത് വെച്ച്. അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ, ഇതിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ ഇനി എന്തെങ്കിലും അബദ്ധം വന്ന് വീണ്ടും അതുപോലെ ആണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ഏരിയ പിന്നെ വിചാരിച്ചത് എന്താണെന്നറിയോ, നമുക്ക് വാക്കിൻ വാർഡ്രോബ് പോലെ ഇപ്പോഴല്ല പിന്നീട് കിട്ടാം, നല്ല പൈസയാവും അതിനൊക്കെ. ഫുള്ളായിട്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് എല്ലാവർക്കും ഓരോ വാർഡ്രോബ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഫുള്ളും സെറ്റ് ചെയ്താലോ എന്നൊക്കെ അങ്ങനെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയാസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇതേ നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ സെറ്റായി, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. എൻ്റെ ലാമ്പ് പൊട്ടിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ, അതിൻ്റെ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് ഗൈസ്. ഞാനത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സെറ്റ് സാധനമാണ്. എന്തായാലും എനിക്ക് ഒരു ആംബിയൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സൗകര്യമുള്ള പോലെ നമ്മുടെ വീട് തൽക്കാലം മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തുനിന്ന് ആരും വരിക പിടിക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഒരു റൂമായിട്ട് അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്, കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായാലും പറയണം, എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. ഒരു അഭിപ്രായം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും എനിക്ക് ഇട്ട് തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.